ബഹുമാനപ്പെട്ട തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ദൗസ് ഗോത്രത്തിനെതിരെ ദുആ ചെയ്യാൻ മുത്തുനബിയോട് ഒരിക്കൽ പറഞ്ഞപ്പോൾ അവിടുന്ന് ദുആ ചെയ്തത്, അള്ളാഹുവെ ദൗസ് ഗോത്രത്തിന് നീ നേർമാർഗം കൊടുക്കണേ, സന്മാർഗലബ്ധി കൊടുക്കണേ എന്ന സംഭവം ബുഖാരിയിൽ തന്നെ കാണാൻ സാധിക്കും. തൽഫലമായി അവരെല്ലാവരും ഇസ്ലാം പുൽക്കുകയാണ് ചെയ്തത്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ അമുസ്ലിമായ ഉമ്മ മഹദിയെ കാണാൻ വന്നപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഉമ്മയോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറ്റു മതത്തിലായതുകൊണ്ട് ആ ഉമ്മയെ പരിഗണിക്കരുത്, അവഗണിക്കണം എന്നല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി. മറിച്ച് മതത്തിൻ്റെ വേർതിരിവില്ലാതെ നീ ആ ഉമ്മയെ പരിഗണിക്കുക, കുടുംബബന്ധം പുലർത്തുക, സിലി ഉമ്മക്ക എന്നായിരുന്നു അവിടുന്ന് മറുപടി കൊടുത്തത്. അവർ രോഗികളായ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ഒരു ജൂതനായ കുട്ടി രോഗിയായപ്പോൾ അവിടുന്ന് ആ കുട്ടിയെ സന്ദർശിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ശത്രുശല്യം വർദ്ധിച്ചു വന്ന ഒരു സമയത്ത് രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ അവരെ നശിപ്പിക്കട്ടെയോ ഇല്ലായ്മ ചെയ്യട്ടെയോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ വിസമ്മതം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന ഹദീസിൽ അത് കാഫിരിൽ നിന്നാണെങ്കിലും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നതിലൂടെ ഇതര മതസ്ഥരെയും ആക്രമിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ജൂതനായ വ്യക്തിയുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നു. ആ സമയം ഒരു സഹാബി ഇത് അമുസ്ലിമിൻ്റേതാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു മനുഷ്യൻ്റേതല്ലയോ എന്ന മാനവികതയുടെ മറുപടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത്. കൊല്ലാനായി ഊരിപ്പിടിച്ച വിഷം പുരട്ടിയ വാളുകൊണ്ട് വന്ന ഇതര മതസ്ഥരായിരുന്ന സുറാഖത്ത് ബിൻ മാലിക്, ഉമൈർ ബിൻ വഹബ് തുടങ്ങിയവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തും ചെയ്യാൻ അവസരം ലഭിച്ചിട്ടും ഉപദ്രവിച്ചിട്ടില്ല. മാരണം ചെയ്ത് കൊല്ലാൻ ശ്രമിച്ച ലബീദ് ബിൻ അഅ്സമിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല. വിഷം പുരട്ടിയ മാംസം തന്ന സ്ത്രീയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തിട്ടില്ല. ഇങ്ങനെ സമാനമായ ഒരുപാട് സംഭവങ്ങൾ തിരു ജീവിതത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനാകും. മറ്റു മതസ്ഥർക്ക് പോലും കാരുണ്യം വർഷിച്ച് ലോകത്തെല്ലാവർക്കും ഉത്തമമായ മാതൃക നൽകിയ പകരം വെക്കാനാകാത്ത അതുല്യനായ നേതാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Today, in this auspicious occasion, I would like to translate this video. Let's get to the point. Tufail ibn Amr radiyallahu anhu said to Prophet Muhammad sallallahu alaihi wasallam to pray, to guide, to get the people on the straight path. When Prophet Muhammad sallallahu alaihi wasallam prayed for them to get on the straight path, simultaneously they accepted Islam. And at the situation when Asma radiallahu anha, her mother was a non-Muslim, still Prophet Muhammad sallallahu alaihi wasallam asked her, what is your behavior against your mother? Prophet sallallahu alaihi wasallam never told her to ignore her or never told her to disrespect her, but he told, even though she is a non-Muslim, you should respect your mother because she gave you birth. There are a lot of situations where Prophet Muhammad sallallahu alaihi wasallam never disrespected non-Muslims. When Suraqa and Umair came to kill Prophet Muhammad sallallahu alaihi wasallam with a sword which was completely filled with poison,
Even in that situation, Prophet sallallahu alaihi wasallam didn't say anything to them. He respectfully talked to them and solved the situation. A woman tried to kill Prophet Muhammad sallallahu alaihi wasallam by poisoning the meat. Rasul sallallahu alaihi wasallam never accused her for doing that. Islam never teaches to be racist to others. Islam only teaches to respect and be humble to the non-Muslims. Rasul sallallahu alaihi wasallam always prayed for the non-Muslims. He always told to the people to be respectful for the others. I am concluding. Wa akhir da'wana alhamdulillahi rabbil alamin. Assalamu alaikum.